ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ അവരുടെ വാക്കും പ്രവൃത്തിയും ഒക്കെ മാറി മറിയാറുണ്ട്. വാഗ്ദാനം പറഞ്ഞ പലരും അയ്യോ എനിക്കത് ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകാറുണ്ട്. എന്നാൽ അത്തരത്തിൽ വിഷമം അനുഭവിക്കുന്ന ഒരു വ്യക്തിത്വമാണോ നിങ്ങൾ? ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുവിൽ വന്ദനം. ഒരിക്കൽ കൂടെ തിരുവചനവുമായി ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ ലഭിച്ച ഈ അസുലഭ നിമിഷത്തെ നന്ദിയോടെ ഓർത്ത് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി മലാഖി പ്രവചനം 3-ാം അധ്യായം 6-ാം വാക്യം, യഹോവയായി ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ എബ്രായ ലേഖനം 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഈ രണ്ട് വാക്യങ്ങളും ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്തസത്ത എന്ന് പറയുന്നത് ദൈവം മാറാത്തവൻ എന്നുള്ള ഒരു ചിന്തയാണ്. ദൈവം മാറാത്തവൻ. പ്രിയരെ, അതുകൊണ്ടാണ് നാം നിലനിൽക്കുന്നത് എന്നതാണ് പ്രാരംഭമായി എനിക്ക് പറയുവാനുള്ള ആവേശം. കാരണം ഈ ലോകത്തിൽ ദൈവം മാറാത്തവൻ എന്ന് പറയാനുള്ള 3 കാരണങ്ങൾ ഞാൻ തിരുവചന വെളിച്ചത്തിൽ ഞാൻ മനസ്സിലാക്കി. ഈ ലോകത്തിൽ പലരെയും നമ്മൾക്ക് കാണുവാൻ കഴിയും. പല വ്യക്തിത്വങ്ങളും പലരുടെ ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ അവരുടെ വാക്കും പ്രവൃത്തിയും ഒക്കെ മാറി മറിയാറുണ്ട്. വാഗ്ദാനം പറഞ്ഞ പലരും അയ്യോ എനിക്കത് ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകാറുണ്ട്. എന്നാൽ അത്തരത്തിൽ വിഷമം അനുഭവിക്കുന്ന ഒരു വ്യക്തിത്വമാണോ നിങ്ങളെങ്കിൽ നിങ്ങളോട് പറയുവാനുള്ള ഒരു ആത്മീയ സന്ദേശം ഇതാണ്: ദൈവം മാറാത്തവൻ. എന്താണ് ദൈവം മാറാത്തവൻ എന്ന് പറയാനുള്ള 3 കാരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, ദൈവം മാറാത്തവൻ എന്ന് പറയാൻ കാരണം അൺചേഞ്ചിങ് പേഴ്സണാലിറ്റി ഉള്ളവനാ എന്ന് പറഞ്ഞാൽ മാറാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. രണ്ടാമത്തെ കാര്യം അൺചേഞ്ചിങ് പ്രോമിസ് തന്നവനാ എന്ന് പറഞ്ഞാൽ മാറാത്ത വാഗ്ദത്തം തന്നവനാ. മൂന്നാമത്തെ കാര്യം അൺചേഞ്ചിങ് പ്ലേസസിനെ കുറിച്ച് നമ്മോട് പരിചയപ്പെടുത്തിയവനാ എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന ഒരു നഗരമുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു ലിവിങ് ഹോപ്പാണ് ദൈവം നമുക്ക് തന്നത്. ദൈവം മാറാത്തവൻ എന്ന് പറയാനുള്ള 3 കാരണങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയല്ലോ. ഈ ലോകത്തിൽ പലരുടെയും ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ അവരൊക്കെ അവരുടെ വാക്കുകളും പ്രവൃത്തിയും ഒക്കെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും ഒക്കെ നടിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇന്ന് ഈ സന്ദേശം ശ്രവിക്കുന്ന സ്നേഹിത, നിങ്ങളുടെ ഉള്ളിൽ അത്തരത്തിലുള്ള വേദനകൾ തളം കെട്ടി വേദനകൾക്ക് ഒരു പരിഹാരമില്ലാതെ നിങ്ങൾ ഉഴലുന്ന ഒരു വ്യക്തിത്വമാണെങ്കിൽ ഇന്ന് ഈ സന്ദേശം ശ്രവിക്കുമ്പോൾ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് പറയുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് മറ്റൊന്നല്ല, യേശു മാറാത്തവനാണ് എന്ന് പറഞ്ഞാൽ ദൈവം ഉലകത്തിൽ ആരോടും അവിശ്വസ്തത കാണിച്ചിട്ടില്ല. വിളിച്ചിറക്കി എല്ലാവർക്കും ദൈവം വിശ്വസ്തരായിരുന്നു. ആരെയും വഴിയിലിട്ടേച്ചു പോയില്ല. കാരണം ദൈവം പറഞ്ഞതെല്ലാം ഉവ്വ് എന്ന് തന്നെ ആയിരുന്നു. പറഞ്ഞ വാഗ്ദത്തങ്ങൾ അതുപോലെ നിവർത്തിച്ച ഒരു ദൈവത്തെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് വിശ്വസിക്കുവാൻ കൊള്ളാം, ആശ്രയിക്കുവാൻ കൊള്ളാം. ആമേൻ. അയ്യോ കഴിയുന്നില്ല എന്ന് പറഞ്ഞു വാക്കുമാറത്തില്ല. കാരണം ആ പേഴ്സണാലിറ്റി തന്നെ വിശ്വസ്തതയുടെ ഭാഗമാണ്. വാഗ്ദത്തം പറഞ്ഞവൻ അത് നിവർത്തിപ്പാൻ ശക്തനായ ഒരു ദൈവമാണ്. ഓൾമൈറ്റിയായ സർവശക്തനായ ഒരു ദൈവമാണ്. അതുകൊണ്ട് ഈ ലോകം പ്രതീക്ഷകൾ അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പ്രതീക്ഷയുള്ള ലോകത്തിലേക്ക് ദൈവം നമുക്ക് വിഭാവനം ചെയ്യുന്ന നിലനിൽക്കുന്ന ഒരു നഗരത്തെ കുറിച്ച് പറഞ്ഞെങ്കിൽ അത് താമസമിന അത് ഒരുക്കിയിട്ട് മടങ്ങി വരുന്ന ഒരു ദൈവം നമ്മോട് പറയുന്നു. ഈ ലോകത്തിൽ മറ്റാർക്കും ഇത്രത്തോളം പ്രതീക്ഷ കൊടുക്കുവാൻ കഴിയാതിരിക്കുമ്പോ ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ പ്രസംഗിക്കുന്ന യേശു മാറാത്ത ദൈവമെന്ന് ആഴമായി പറയുന്ന ഈ സന്ദേശം കാതലായി ഉറപ്പിക്കുമ്പോൾ എനിക്ക് പറയുവാനുള്ള ഒരു കാര്യം, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, പ്രയാസമില്ലാത്ത ഒരു നിത്യമായ നഗരം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വാഗ്ദത്തങ്ങൾ ഉവ്വ് എന്ന് തന്നെയാണ്.
അത് മാറാത്ത ദൈവമായി നമ്മോട് കൂടെ ഇരിക്കുന്ന ആ ദൈവമാണ്. ആ ദൈവത്തെയാണ് നിങ്ങൾ ആശ്രയിക്കുന്നു എങ്കിൽ ഒരിക്കൽ കൂടെ പറയാം, ഈ ദൈവം ഒരിക്കലും മാറത്തില്ല. ഇന്നലകളിൽ ഇന്ന് നാളെ എന്ന് പറഞ്ഞാൽ ആമേൻ, ടുഡേ യെസ്റ്റർഡേ ആൻഡ് ഫോറെവർ. ഇന്നലെ നിനക്ക് ഈ ദൈവം ആരായിരുന്നു, നാളെ നിനക്ക് ദൈവം ആരാകും. ഇനിയും നിന്റെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് നിരാശപ്പെടേണ്ട, വേദനപ്പെടേണ്ട. ഈ ദൈവം മാറാത്ത ദൈവമായി നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാൻ കഴിവുള്ള മാറാത്ത ദൈവമാണ്. അതുകൊണ്ട് ഈ ദൈവം അൺചേഞ്ചിങ് പേഴ്സണാലിറ്റി ഉള്ളവൻ, അൺചേഞ്ചിങ് പ്രോമിസ് തന്നവൻ, അൺചേഞ്ചിങ് പ്ലേസസിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞവൻ. ആ ദൈവത്തിലാണ് നിങ്ങളുടെ ആശ്രയമെങ്കിൽ നിശ്ചയമായി ഞാൻ ഉറപ്പു തരുന്നു, ഒരിക്കലും നിങ്ങളുടെ ജീവിതം പാഴായി പോകത്തില്ല, നിങ്ങളുടെ ജീവിതം പരാജയമായി പോകത്തില്ല. ആ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കൂ, ദൈവമേ, മാറാത്തൊരു ദൈവമുണ്ട്. എന്റെ സാഹചര്യങ്ങൾ മാറുമോ എന്നുള്ള നിരാശ നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഈ ദൈവത്തിന് മാറ്റാൻ കഴിയാത്തത് ഒന്നുമില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കൂ. ദൈവം മാറാത്തവൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.